ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന സ്നോഫ്ലേക്ക് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സ്ക്വയർ പീസ് ഓഫ് പേപ്പർ വേണം. ഈ പേപ്പർ ഫോൾഡ് ചെയ്ത് ഡിസൈൻ വരച്ച് കട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഫോൾഡിങ് ഒന്ന് കുറച്ച് ശ്രദ്ധിക്കണം. അത് മാത്രമേ കുറച്ച് പാടുള്ളൂ, ബാക്കിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം. ഇപ്പോൾ ഫോൾഡിങ് നോക്കൂ കേട്ടോ. ഫോൾഡ് ചെയ്ത് കഴിഞ്ഞു. ഈ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ട്രയാങ്കിൾ പോലെ ഈക്വലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ താഴത്തെ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് വേണം നമുക്കതിൽ ഡിസൈൻ വരയ്ക്കാൻ. ഡിസൈൻ വരച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വരച്ച വരയിൽ കൂടെ നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്, കത്രിക വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമ്മളത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു സ്നോഫ്ലേക്കിൻ്റെ ഷേപ്പ് കിട്ടും. അപ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ, ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു സ്നോഫ്ലേക്ക്, നല്ല ഭംഗിയുള്ളൊരു സ്നോഫ്ലേക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ ഈ ഫോൾഡ് ചെയ്തതിൻ്റെ അടയാളങ്ങളൊക്കെ കാണാം നമുക്ക് ഈ പേപ്പറിൽ. അത് വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ പേപ്പർ ഒന്ന് അയൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലെയിൻ ആയിട്ട് തന്നെ കിട്ടും. ഇതിലൊരു സ്ട്രിങ് അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്ട്രിങ്ങിൽ ഇതിങ്ങനെ കൊളുത്തിയിട്ടിട്ട് ഒരു ഗാർലൻഡ് പോലെയൊക്കെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഇത് ഞാൻ അയൺ ചെയ്ത സ്നോഫ്ലേക്കാണ്. ഇതേപോലെ തന്നെ നമുക്ക് ക്രിസ്മസിന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർ ഉണ്ടാക്കിയെടുക്കാം. സെയിം ഫോൾഡിംഗ് ആണ്, കട്ടിങ്ങിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. എങ്ങനെയാണ് ക്രിസ്മസിന് ഇങ്ങനത്തെ 3D സ്റ്റാർ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാം. സ്റ്റേ ഹാപ്പി. ബൈ.